ഹായ് എവരി വൺ, വെൽക്കം ടു എജ്യൂബ്ലിസ് ലേണിംഗ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഏതൊക്കെ യൂണിവേഴ്സിറ്റികളാണ് ബികോം പ്രോഗ്രാം ഓഫർ ചെയ്യുന്നത് എന്നാണ്. നമ്മൾ ഒരുപാട് വീഡിയോകളിൽ ഒരുപാട് യൂണിവേഴ്സിറ്റികളെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഏതൊക്കെ യൂണിവേഴ്സിറ്റികളാണ് NIRF റാങ്കിങ്ങിലൊക്കെ ഉന്നതമായിട്ടുള്ളത്, ഏതൊക്കെ യൂണിവേഴ്സിറ്റികളാണ് ഇന്ത്യയിലെ പ്രമുഖമായ യൂണിവേഴ്സിറ്റികൾ, അവിടുന്ന് കൊടുക്കുന്ന കോഴ്സുകളെക്കുറിച്ചുള്ള വീഡിയോകളാണ് ഇനി വരും ദിവസങ്ങളിൽ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ വീഡിയോ എന്ന നിലക്ക് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ബികോം കോഴ്സ് കൊടുക്കുന്ന യൂണിവേഴ്സിറ്റികളെ കുറിച്ചാണ് ഇന്നത്തെ ഒരു ചെറിയ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം, +2 കഴിഞ്ഞ് കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരുപാട് വിദ്യാർത്ഥികൾ വളരെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് പ്രിയോറിറ്റി ആയിട്ട് കണക്കാക്കുന്ന ഒരു കോഴ്സാണ് ബികോം എന്ന് പറയുന്ന കോഴ്സ്. ആ കോഴ്സിന് എന്തൊക്കെയാണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ, ഏതൊക്കെ എക്സാമുകളാണ് ഓരോ യൂണിവേഴ്സിറ്റിയിൽ എഴുതേണ്ടത്, ഏതൊക്കെ പ്രമുഖമായിട്ടുള്ള യൂണിവേഴ്സിറ്റികളാണ് ഈ ഒരു കോഴ്സ് നൽകുന്നത് എന്നൊക്കെയാണ് ഈ വീഡിയോ കൊണ്ടുള്ള ഒരു ആകത്തുകയായിട്ട് മനസ്സിലാക്കുന്നത്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് ഞാൻ പറയുന്നത്, നിങ്ങളിപ്പോൾ +2 പഠിക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ സുഹൃത്ത് ബന്ധത്തിലോ, നിങ്ങൾ രക്ഷിതാക്കളാണെങ്കിൽ നിങ്ങളുടെ മക്കളോ അവരൊക്കെ +2 പഠിക്കുന്നവരാണെങ്കിൽ, അവർ +2വിന് ശേഷം അവരുടെ ഡിഗ്രി പഠനം രാജ്യത്തെ ഉന്നതമായിട്ടുള്ള യൂണിവേഴ്സിറ്റികളിൽ നടത്തണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അവർക്ക് ഈ ഒരു ഇൻഫർമേഷൻ തീർച്ചയായും നിങ്ങൾ പാസ് ചെയ്യണം. അവർക്ക് ഏവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടട്ടെ. 2026 CUET എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന മക്കൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടട്ടെ എന്ന് ആമുഖമായിട്ട് ആശംസിക്കുകയാണ്. നമുക്ക് അധികം സമയങ്ങളൊന്നുമില്ലാതെ വീഡിയോയിലേക്ക് കടക്കാം. നമുക്ക് നോക്കാം ഏതൊക്കെ യൂണിവേഴ്സിറ്റികളാണ് ബികോം കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് കടക്കുമ്പോൾ പ്രധാനപ്പെട്ട ബികോം നൽകുന്ന ഒരു യൂണിവേഴ്സിറ്റി ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുന്നത് ഡൽഹി യൂണിവേഴ്സിറ്റി തന്നെയാണ്. ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഒരുപാട് കോളേജുകളുണ്ട്. ആ കോളേജുകളിലൊക്കെയും അധിക കോളേജുകളിലും ബികോം എന്ന് പറയുന്ന കോഴ്സ് ഉണ്ട്. അതുതന്നെ അത്രയും വളരെ ഉന്നതമായിട്ടുള്ള സീറ്റുകളാണ് അവിടെ നൽകുന്നത്. ഒന്നാമത്തത് ഡൽഹി യൂണിവേഴ്സിറ്റിയാണ്. രണ്ടാമതായിട്ട് നൽകുന്നതിൽ പ്രധാനപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റി BHU ആണ്, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി. നമുക്കറിയാം, വളരെ പ്രമുഖമായിട്ടുള്ളൊരു യൂണിവേഴ്സിറ്റിയാണ്. ആ യൂണിവേഴ്സിറ്റിയും CUET വഴി ബികോം കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ ഒരു യൂണിവേഴ്സിറ്റി നമുക്കറിയാം പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ്. പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ മെയിൻ ക്യാമ്പസിലും മറ്റു ഓഫ് ക്യാമ്പസുകളിലുമൊക്കെ ബികോം കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അടുത്ത ഒരു യൂണിവേഴ്സിറ്റി സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയാണ്. നമുക്കറിയാം, കഴിഞ്ഞ വർഷമാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി, അതായത് ഈ വർഷം, ഈ അക്കാഡമിക് ഇയറോട് കൂടെയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള ബികോം ഫൈനാൻഷ്യൽ അനലിറ്റിക്സ് എന്ന് പറയുന്ന കോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെയുള്ള ഒന്ന് മൗലാന ആസാദ് നാഷണൽ ഉറുദു യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഓഫ് അലഹബാദ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സെൻട്രൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശ് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ജാർഖണ്ഡും സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് ബീഹാറും ബികോം കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ 2026 ബികോം നോക്കുന്ന ആളുകളാണെങ്കിൽ, പ്രമുഖമായിട്ടുള്ള ഇനിയും വേറെ യൂണിവേഴ്സിറ്റികളുണ്ട്. നമ്മുടെ ലിസ്റ്റിലുള്ള പ്രമുഖമായിട്ടുള്ള യൂണിവേഴ്സിറ്റികളുടെ പേരുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടേക്കൊക്കെ നിങ്ങൾക്ക് എന്താക്കാം, CUET വഴി, അല്ലാതെ സ്വന്തം എൻട്രൻസ് എക്സാമിനെ കുറിച്ച് ഇവിടെ പറയുന്നില്ല, CUET വഴി ബികോം കോഴ്സുകൾ നൽകുന്ന യൂണിവേഴ്സിറ്റികളാണ് ഇവയൊക്കെ. നമുക്കിനി ഈ ഓരോ യൂണിവേഴ്സിറ്റിയുടെയും പ്രത്യേകതകളും സവിശേഷതകളും നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഡൽഹി യൂണിവേഴ്സിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഡൽഹി യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് ബികോം ഹോണേഴ്സും കൊടുക്കുന്നുണ്ട്, ബികോം ജനറലും കൊടുക്കുന്നുണ്ട്. അതിൽ ബികോം ഹോണേഴ്സിനെ കുറിച്ച് നമുക്ക് സംസാരിക്കുകയാണെങ്കിൽ, ആ ഡൽഹി യൂണിവേഴ്സിറ്റി മൊത്തം കോളേജുകളിൽ നിന്ന് 5644 ഇൻടേക്ക് ഒരു വർഷം ബികോം ഹോണേഴ്സിന് വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഇത്രയും ഓപ്പർച്യൂണിറ്റീസ് നമുക്കുണ്ട്. നമ്മൾ ബികോം അതിന് വേണ്ടിയിട്ടുള്ള എക്സാം എഴുതുക, അപ്ലൈ ചെയ്യുക, ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ പോർട്ടലിൽ അപ്ലൈ ചെയ്യുക. ഇത്രയും ഓപ്പർച്യൂണിറ്റീസ്, ഇത്രയും സീറ്റ് ഇൻടേക്ക് അവിടെ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇനി ഇതിൽ നമുക്ക് ഏതൊക്കെ പേപ്പറുകളാണ് CUET വഴി അവിടെ അഡ്മിഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് എഴുതേണ്ടത്, CUET എക്സാമിൽ എഴുതേണ്ടത് നോക്കാം. ഒന്നാമതായിട്ട് പറയുന്നത് Any1 ലാംഗ്വേജ് ഫ്രം ലിസ്റ്റ് എയിലുള്ള ഏതെങ്കിലും ഒരു ലാംഗ്വേജ് നിങ്ങൾ എഴുതിയിരിക്കണം. ഇംഗ്ലീഷോ ഏതെങ്കിലും ലാംഗ്വേജ്. ലിസ്റ്റ് എയിൽ നമ്മൾ ഒരുപാട് ലാംഗ്വേജുകൾ ലിസ്റ്റ് CUETയിൽ കൊടുത്തിട്ടുണ്ടല്ലോ, അതിലേതെങ്കിലും ഒന്ന് എഴുതുക. കൂടാതെ എന്ത് ചെയ്യണം, മാത്തമാറ്റിക്സോ അല്ലെങ്കിൽ അപ്ലൈഡ് മാത്തമാറ്റിക്സോ, അത് രണ്ടും ഒരേതായിട്ടാണ് വരുന്നത്. മാത്തമാറ്റിക്സ് എഴുതണം. അതുകൂടാതെ any 2 സബ്ജക്ട്സ് ഫ്രം ലിസ്റ്റ് ബിയിലുള്ള വേറെ ഏതെങ്കിലും 2 സബ്ജക്റ്റ് കൂടെ. അപ്പോൾ ടോട്ടൽ 3 സബ്ജക്റ്റും എഴുതണം, ഇംഗ്ലീഷും എഴുതണം. ഓക്കെ, ഓൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഇനി വരികയാണെങ്കിൽ Any1 ലാംഗ്വേജ് ഫ്രം ലിസ്റ്റ് അല്ലെങ്കിൽ അക്കൗണ്ടൻസിയും
പ്ലസ് 2 ഡൊമെയിൻ സബ്ജക്റ്റും പിന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജുമാണ് ഇതിൽ എഴുതേണ്ടത്. ഇങ്ങനെ ഓരോട്ടും കൊണ്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മൊത്തം 5644 ഇൻടേക്ക് ഇവിടെ നൽകുന്നുണ്ട്. നമുക്ക് ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ ബികോം ജനറലിൻ്റെ നോക്കാം. ജനറലിൻ്റെയിലും 7694 ഇൻടേക്കാണ് ഒരു വർഷം എടുക്കുന്നത്. അഥവാ ബികോം ഫൈനാൻസിനേക്കാൾ കൂടുതൽ സീറ്റ് എടുക്കുന്നത് എന്തിനാണ്, അഥവാ ബികോം ജനറലിലാണ്. അതിൽ നോക്കുകയാണെങ്കിൽ എനി 1 ലാംഗ്വേജ് ഫ്രം ലിസ്റ്റ് എ പ്ലസ് എനി 3 സബ്ജക്റ്റ് ഫ്രം ലിസ്റ്റ് ബി. ലിസ്റ്റ് ബിയിൽ നിന്ന് ഏതെങ്കിലും 3 സബ്ജക്റ്റ് നിങ്ങൾ എഴുതിയാൽ മതി, പ്ലസ് ലാംഗ്വേജ് നിങ്ങൾ ഏതെങ്കിലും ഒന്ന് എഴുതണം. അല്ലെങ്കിൽ അവർ പറയുന്നത് എനി 1 ലാംഗ്വേജ് ഫ്രം ലിസ്റ്റ് എ പ്ലസ് എനി 1 സബ്ജക്റ്റ് ഫ്രം ലിസ്റ്റ് ബി പ്ലസ് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. അല്ലെങ്കിൽ അവർ പറയുന്ന ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ലാംഗ്വേജും ഒന്ന് എഴുതുക, ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നിർബന്ധമായി എഴുതുക, പ്ലസ് ഏതെങ്കിലും എന്ത് ചെയ്യാം ലിസ്റ്റ് ബിയിലുള്ള ഏതെങ്കിലും ഒരു ഡൊമൈൻ ടെസ്റ്റ്. ഇതാണ് അവർ ക്രൈറ്റീരിയ ആയിട്ട് കൊടുക്കുന്നത്. ഇതാണ് ഡൽഹി യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ള രണ്ട് ബികോം കോഴ്സിൻ്റെ ഡീറ്റെയിൽസ്. ഓക്കെ, നമുക്കിനി അടുത്ത യൂണിവേഴ്സിറ്റിയുടെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി നോക്കാം. ഇനി വരുന്നത് BHUവിലേക്കാണ്, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി. അവിടുത്തെ ബികോം ഏതാണ്? അവിടുത്തെ ബികോം എന്താണ്? ഹോണേഴ്സ് ആണ്. പ്ലസ് ഫൈനാൻഷ്യൽ മാർക്കറ്റ് മാനേജ്മെൻറ്റ് കൂടെയാണ് അവർ നൽകുന്ന കോഴ്സ്. അവർക്കതിന് അവരുടെ റിക്വയർഡ് പേപ്പറായിട്ട് അവർ പറയുന്നത് അക്കൗണ്ടൻസി നിർബന്ധമായിട്ടും എഴുതിയിരിക്കണം, പ്ലസ് എന്ത് ചെയ്യണം, സബ്ജക്റ്റ് ടെസ്റ്റ്, അതായത് ബിസിനസ് സ്റ്റഡീസ് പ്ലസ് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഇതാണ് അവർ പറയുന്നത്. അവിടെ 365 ഇൻടേക്കാണ് ഒരു വർഷം അവരെടുക്കുന്നത്. ഇനി നമുക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിലേക്ക് വരികയാണെങ്കിൽ ഈ വർഷം അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത കോഴ്സാണ്. അതിനായിട്ട് അവർ പറയുന്നത് അവിടെ ബികോം ഫൈനാൻഷ്യൽ അനലിറ്റിക്സ് ആണ്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അവിടെ വെറും ബികോം അല്ല, ബികോം ഫൈനാൻഷ്യൽ അനലിറ്റിക്സ് ആണ് അവർ കൊടുക്കുന്നത്. 60 ഇൻടേക്കാണ് ഒരു വർഷം എടുക്കുന്നത്. അതിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് നിർബന്ധമായിട്ടും എഴുതിയിരിക്കണം. ഡൊമൈൻ സബ്ജക്റ്റിലേക്ക് വരുമ്പം അക്കൗണ്ടൻസിയോ അല്ലെങ്കിൽ എക്കണോമിക്സോ അല്ലെങ്കിൽ ബിസിനസ് സ്റ്റഡീസോ എഴുതണം, പ്ലസ് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും. ഇതാണ് അവിടെ എഴുതേണ്ടത്. അപ്പം ഇത് നോട്ട് ചെയ്യാം. ഇതാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിലേക്ക് ഈ എക്സാമുകൾ എഴുതിയിട്ട് അതിൻ്റെ സ്കോർ കാർഡ് വഴി CU കേരളയുടെ പോർട്ടലിൽ സമയമാകുമ്പോൾ അപ്ലൈ ചെയ്യാണ് വേണ്ടത്. ഇനി നമുക്ക് അടുത്ത യൂണിവേഴ്സിറ്റിയിലേക്ക് പോകും, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി. പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ബികോമിൻ്റെത് മൊത്തം 2 ക്യാമ്പസുകളിലായിട്ട്, അഥവാ പുതുച്ചേരി മെയിൻ ക്യാമ്പസിലുണ്ട്, കരായിക്കൽ ക്യാമ്പസിലുണ്ട്. 2 സ്ഥലത്തും 40 ഇൻടേക്കാണ്. അവർ പറയുന്നത് ഒന്നെങ്കിൽ അക്കൗണ്ടൻസി എഴുതണം, അല്ലെങ്കിൽ ബിസിനസ് സ്റ്റഡീസ് എഴുതണം, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ്, അല്ലെങ്കിൽ എക്കണോമിക്സ്. ഇതിലേതെങ്കിലും ഒന്ന് എഴുതണം എന്നാണ് അവർ പറയുന്നത്, റിക്വയർഡ് പേപ്പറായിട്ട് അവർ പറയുന്നത്. ഇനി യൂണിവേഴ്സിറ്റി ഓഫ് അലഹബാദിലേക്ക് നോക്കുമ്പം അവർ ബികോം പ്രൊവൈഡ് ചെയ്യുന്നു. അതിന് അവർ പറയുന്നത് ഇംഗ്ലീഷോ ഹിന്ദിയോ എന്തായാലും എഴുതണം, പ്ലസ് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും കമ്പൾസറിയാണ്. പിന്നെ അവർ പറയുന്ന താഴെ കൊടുത്തിരിക്കുന്ന അക്കൗണ്ടൻസി, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, ബയോളജി, ബയോടെക്നോളജി, EVS, ഇതിൽ നിന്ന് ഏതെങ്കിലും ഒന്നും എഴുതണം എന്നാണ് യൂണിവേഴ്സിറ്റി ഓഫ് അലഹബാദ് നമ്മോട് പറയുന്നത്. ഇത്രയുമാണ് പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകളായിട്ട് ബികോം നൽകുന്ന യൂണിവേഴ്സിറ്റിയിൽ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാനുള്ളത്. ഇനിയും എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഞങ്ങളുമായിട്ട് കണക്ട് ചെയ്യുക. ബികോം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കണക്ട് ചെയ്യാം. പോരാത്തതിന് നിങ്ങൾ എന്ത് ചെയ്യാണ്, 2026ലേക്കുള്ള CUET കോച്ചിങ് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ബികോമിന് വേണ്ടിയിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നെങ്കിൽ, നമ്മളിപ്പോൾ കംപ്ലീറ്റ് കൊമേഴ്സ് പാക്കേജ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൊമേഴ്സ് പാക്കേജ് നമ്മൾ ഈ വർഷം മുതൽ പ്രൊവൈഡ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ക്ലാസ്സുകൾ ഏകദേശം ആരംഭിച്ചിരിക്കുകയാണ്. ഇനി അധികം സമയമൊന്നുമില്ല, നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാം. നമ്മളൊരു കൊമേഴ്സ് പാക്കേജിൽ നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്ലസ് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് പ്ലസ് നമ്മൾ ഡൊമൈൻ സബ്ജക്റ്റുകളായിട്ട് ബിസിനസ്സും അക്കൗണ്ടൻസിയും എക്കണോമിക്സും പൊളിറ്റിക്സും ഈ ഒരു പാക്കേജിൽ നമ്മൾ നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ 2026 CUET എക്സാം ക്രാക്ക് ചെയ്തുകൊണ്ട് നിങ്ങളൊരു നല്ല സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ബികോം പഠിക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ താഴെയുള്ള നമ്പറിൽ ഞങ്ങളുമായി കണക്ട് ചെയ്യാം. ഞങ്ങളുടെ ഒരു വർഷം മുഴുനീളമുള്ള ലോങ് ടേം കോഴ്സിൽ, ലോങ് ടേം CUET കോച്ചിങ്ങിൽ നിങ്ങൾക്ക് ഭാഗവാക്കാവാം. നമുക്ക് ഒരുമിച്ച് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ നിങ്ങൾ എത്തിക്കാം. ഇതൊരു ഉറപ്പായിട്ട് നിങ്ങൾക്ക് തന്നെ എടുക്കാം. സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്ക് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഞങ്ങളൊരു ഇഷ്ടപ്പെട്ട ചോയ്സ് ആയിരിക്കും, നിങ്ങളുടെ ഏറ്റവും ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ചോയ്സ് ആയിരിക്കും ഞങ്ങളെന്ന് അറിയിക്കുകയാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരു കോഴ്സ് ഇൻട്രൊഡക്ഷനുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.